അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസ്റ്റ് ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൽ നിന്ന് 40ഓളം ടൂറിസ്റ്റ് കമ്പനികളും കലാമണ്ഡലവും സംയുക്തമായാണ് ടൂർ ശില്പശാല തയ്യാറാക്കിയിരിക്കുന്നത്. Saying that how we can give the feel of our traditional culture or cultures to a visitor who is coming here. It was totally against the traditional norms of colonial understanding of the Asia or India or Kerala. So it was not seen as an exotic object, rather than to see it as a expression of people deeply rooted in the self or the culture of the region. കേരളത്തിലേക്ക് ദിനംപ്രതി നിരവധി വിദേശ വനിതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ കലാമണ്ഡലത്തിലെത്തിയാൽ ഭാരതപ്പുഴയും പാഞ്ഞാൾ അതിരാത്ര ഭൂമിയും കിളിമംഗലത്തുള്ള പുൽപ്പായ നെയ്ത്ത് കേന്ദ്രവും ആറ്റൂർ അസരംകുണ്ട് ഡാമും കവളപ്പാറയിലുള്ള തോൽപ്പാവ് കൂത്തും ആറങ്ങോട്ടുകര വയലിയിലെ മുള സംഗീതവും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് കലാമണ്ഡലം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കലാമണ്ഡലത്തിലെ കഥകളി, വിവിധ നൃത്തനൃത്യങ്ങൾ, വിവിധ കളരികളും കോപ്പ് പണിപ്പുരയും കലാമണ്ഡലം മ്യൂസിയം, നിള ക്യാമ്പസ് എല്ലാം രാത്രിയിൽ എല്ലാ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള കഥകളി ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് വിദേശികളെ പറഞ്ഞയക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതുവഴി കലാമണ്ഡലത്തിലേക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ടാണ് 40ഓളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഓഫീസർമാർ എത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയും ഇവർക്ക് വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. കലാമണ്ഡലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, മറ്റ് ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരായ രാജകുമാർ, നരേന്ദ്രൻ, ഡോക്ടർ ജിജു പി അശോക്, സ്വാമിനാഥൻ, ജോസ് ഡൊമിനിക്, രൂപേഷ് കുമാർ, സാം സന്തോഷ്, വിനോദ് നമ്പ്യാർ വയലി തുടങ്ങിയവർ സംസാരിച്ചു.